15 വയസ്സുള്ള ഒരു കുട്ടിയുടെ വയറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സംഘം ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്തത് ഏകദേശം 2 കിലോ തൂക്കം വരുന്ന മുടിക്കെട്ടുകളാണെന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ആമാശയത്തിൽ നിന്നാണ് പുറത്തെടുത്തതെന്നാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചിരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതിൻ്റെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാജഹാനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. 15 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ആമാശയത്തിൽ നിന്നാണ് ഒരു മുടിക്കെട്ട് കണ്ടിരുന്നത്. ഏകദേശം 2 കിലോ തൂക്കം എന്നൊക്കെ ആണ് പറഞ്ഞത്. അതായത് ഞാൻ പറയുന്നത്, ഈ കുട്ടി നമ്മളവിടെ എത്തുന്നത് ഇങ്ങനെ അതാണ്, വയറിലൊരു മുഴയായിട്ടാണ് വരുന്നത്. അത് പരിശോധന നമ്മൾ സംശയിക്കില്ല. CT റിപ്പോർട്ടിലനുസരിച്ച് CT റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ട്രൈക്കോബിസാർ എന്ന് പറയുന്നത്, അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ട്രൈക്കോബിസാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ മുടിയിലുണ്ടാകുന്നൊരു മുഴയായിട്ടാണ് അവരതിനകത്ത് സംശയിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് പരിശോധനയില്ല, അതായത് ക്ലിനിക്കൽ പരിശോധനയിൽ ഒരിക്കലും നമ്മളത് സംശയിക്കാൻ ഇടയില്ല. അത്രമാത്രം വലിയ വലിപ്പമുള്ളൊരു മുഴയാണ്. അതൊരിക്കലും നമുക്ക് സംശയിക്കത്തക്ക രീതിയിലുള്ളതായിട്ട് നമ്മൾ കണ്ടില്ല. തുടർന്ന് ഈ കുട്ടിയെ അപ്പോഴും തന്നെ എൻഡോസ്കോപ്പിക് പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കി. ഞങ്ങൾക്ക് സർജറി വിഭാഗത്തിൽ തന്നെ ഞങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. OP പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ അപ്പോഴും തന്നെ അതിനെ വിധേയമാക്കി. അത് ചെയ്തപ്പോഴാണ് നമ്മൾ കണ്ടത് ഞെട്ടിക്കുന്ന ഈ രീതിയിലുള്ള ഒരു മുടിക്കെട്ടിനുള്ളിൽ കാണുന്നു. ശരിക്കും പറഞ്ഞാൽ എൻഡോസ്കോപ്പിലേക്ക് സ്കോപ്പ് ഇതിനകത്തേക്ക് കടത്താൻ പറ്റാത്ത രീതിയിൽ അത് ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. ആ രീതിയിലാണ് കാണുന്നത്. അപ്പോഴും തന്നെ ആമാശയത്തിൽ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലായത് പിന്നെ ഇതിലെ മുടിക്കെട്ട് തന്നെയാണ്. അപ്പോൾ ആ മുടിക്കെട്ട് നമ്മൾ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരും എന്ന് മനസ്സിലാക്കിയത്. ഒരു കുട്ടിയുടെ ശരീരത്തിൻ്റെ അത് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ വളരെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു കുട്ടീനെ, എങ്ങനെ ഇത് സംഭവിച്ചു, ഇങ്ങനെ വന്നു. അപ്പം അമ്മയും ആദ്യമൊന്നും വിട്ടു പറഞ്ഞില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത്, ഇതുപോലെ കുട്ടിക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്ത് കടിച്ചു പിടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നും, അതുപോലെ തന്നെ ഈ കുട്ടീൻ്റെ തലമുടിയുടെ മുൻവശം നല്ല മുടിയുള്ള കുട്ടിയാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്, മെലിഞ്ഞിട്ടുള്ള അതാണ്. അത് ഈ വളർച്ച പഠിച്ചുള്ള ഭാഗമായിട്ട് വന്നതാണ്. അപ്പം ശരിക്കും അല്ല, മുടി എപ്പോഴും ഈ മുൻവശത്തെ മുടിയില്ലേ കുറച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുത്തേക്കുന്ന പോലുള്ളൊരു ഫീല് നമുക്ക് തോന്നി. അപ്പോഴും നമ്മളെടുത്ത് ചോദിച്ചത്, ഈ മുടി മുറിക്കാറുണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ വളരെ റിപ്പീറ്റായിട്ട് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കാണ് കുട്ടി പറയുന്നത് ഇങ്ങനെ മുടിയെടുത്ത് മുറിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ മുടി എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ വിരലിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വായിലേക്ക് വിഴുങ്ങുമാറുണ്ടായിരുന്നെന്നും ആ കുട്ടി ആവശ്യപ്പെട്ടു പറഞ്ഞത്. എന്തായാലും അതിനെ തുടർന്ന് നമ്മൾ കുട്ടീനെ അഡ്മിറ്റ് ചെയ്ത് 100% ഉറപ്പായല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് പരിശോധനകൾ ചെയ്തു. അപ്പം വളർച്ചയുള്ളത് കാരണം അനീമിയ ബാധിച്ചിട്ടുണ്ടായിരുന്നു, വളരെ രക്തക്കുറവുണ്ടായിരുന്നു. അത് ഈ ന്യൂട്രീഷൻ അനീമിയ എന്ന് പറയുന്ന സാധനമാണ്. കാരണം ഭക്ഷണം കൃത്യമായ രീതിയിൽ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടുണ്ടാകുന്ന വളർച്ചയാണത്. അപ്പോൾ അത് കാരണം പിന്നെ കുട്ടീനെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തു, രക്തത്തിൻ്റെ അളവ് നോർമലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടിയെ ഓപ്പറേഷന് വേണ്ടി വിധേയമാക്കിയത്. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കുട്ടിയെ ഓപ്പറേഷന് വിധേയമാക്കി. നമ്മൾ വലിയ കുഴപ്പമില്ലാതെ, കാരണം വലിയൊരു മാസമായിരുന്നുകൊണ്ടുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ആമാശയം തുറന്ന് നമ്മളത് എടുക്കേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് അത്ര വലിയൊരു സാധനം ചെറിയ മുറിവിൽ കൂടെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തു വന്നു. കൊടുത്തതിന് ശേഷം കുട്ടി ഇപ്പം ആരോഗ്യവതിയായിട്ടിരിക്കുന്നു, വലിയ കുഴപ്പമില്ല. ഇന്ന് നമ്മൾ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങി. വെള്ളം കൂടുതൽ അങ്ങനെ വെല്ലുവിളിയായിട്ടെന്ന് പറഞ്ഞാൽ ഇത് ഡെലിവറി ചെയ്യാനുള്ളൊരു പ്രയാസമുള്ളത്. കാരണം ഇത്രയും വലിയൊരു മാസ് നമ്മൾ അതേപടി പുറത്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പീസ് മീലാണ്. ഇതിൻ്റെ പീസ് മീലാക്കുക എന്ന് പറഞ്ഞാൽ ആമാശയത്തിൽ കിടക്കുന്ന ഈ മുടിക്കെട്ട് നമ്മൾ ഇളക്കി ഇതിനകത്തേക്ക്, അതായത് ആമാശയത്തിൻ്റെ വെളിയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവളെ നമ്മൾ ഒരു കാരണവശാലും പുറത്തേക്ക് സ്പില്ല് ചെയ്യാത്ത രീതിയിൽ ഒന്നിച്ച് അതിന് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായിരുന്നു അതിനകത്ത് മെയിനായിട്ടുള്ളൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ടീമിലുണ്ടായിരുന്നത് പ്രധാന സർജൻ എന്നുള്ള രീതി ഞാനായിരുന്നു. ഡോക്ടർ വൈശാഖ്, ഡോക്ടർ രജിത്ത്, ഡോക്ടർ ജെറി തുടങ്ങിയവരും, പിന്നെ അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, പിന്നെ ഒരു ബ്രദർ ജെറോം, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുത്തിരുന്നത്. എൻ്റെ ജീവിതാനുഭവത്തിൽ, കാരണം ഒരു 28 വർഷത്തെ സർവീസ് ഉണ്ട് ഇതിനുള്ളിൽ, എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം. പക്ഷേ ഞങ്ങൾ ഈ സ്പെസിമെൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മിക്കവാറും മെഡിക്കൽ കോളേജുകളിലെല്ലാം ഈ ഒരു സ്പെസിമെൻ ഉണ്ടാവും. അത് എപ്പോഴും എന്നെന്ന് ഓർമ്മിക്കുന്ന സാധനങ്ങളെ ഇങ്ങനെ വെക്കാറുണ്ട്. നമ്മൾ പെത്തോളജിയിലോ അല്ലെങ്കിൽ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലോ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് റിപ്പോർട്ടറാണ് ഇവിടെ തന്നെ പണ്ട് ചെയ്തിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. വളരെ ഇത്രയും വലിപ്പമില്ലെന്നുള്ളതേ ഉള്ളൂ, കൂടെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടുന്ന് ഒരു പപ്പടക്കോല്. പപ്പടക്കോല് അത് ഞാൻ തന്നെയായിരുന്നു. അത് കുട്ടി സൈക്കാട്രിക് പേഷ്യൻ്റാണ്. അത് കുട്ടി പലതവണ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ചെയ്തെന്ന് പറയുന്നത് ആ പപ്പടക്കോല് വളരെ
പിന്നെ എന്താ വിദഗ്ധമായിട്ട് ചെയ്തെന്ന് പറയാം. കാരണം ഇതിനുള്ളിലൂടെ വായിലൂടെ കടത്തി ശ്വാസകോശവും ഹൃദയവും ഒക്കെ ബൈപ്പാസ് ചെയ്ത് അതിനകത്ത് കയറാത്ത രീതിയിൽ നേരെ വന്ന് വയറിലൂടെ കടന്ന് കിഡ്നിയുടെ മുകളിൽ വന്ന് നിന്നു. അത് ആരുടെയോ ദൈവാനുഗ്രഹം കൊണ്ട് അത് മറ്റൊന്നിലും കയറാതെ ആ കുട്ടി അതിനെ കൊണ്ട് വെച്ചു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് എടുക്കാനും പറ്റി. വലിയ ഓപ്പറേഷൻ ഇല്ലാതെ എൻഡോസ്കോപ്പിക്കലി നമുക്കത് റിമൂവ് ചെയ്യാനും പറ്റി എന്നുള്ള ഒരു ശ്ലാഘനീയമായ കാര്യമാണ്. ഒരു നേട്ടം. തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും അതും വിഴുങ്ങിയത് ഒരു കുട്ടി തന്നെയാണ്. അത് കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ അത് മാരീഡാണ്. 22 വയസ്സേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി മാരീഡാണ്. ഇതൊരു 15 വയസ്സ്. അത്രേ ഉള്ളൂ. അല്ല, കുട്ടികളുണ്ടാകുന്ന പറഞ്ഞാൽ ആ കുട്ടിക്ക് ശരിക്കും ഇതുപോലെ മാനസികമായ അസ്വസ്ഥതകളുള്ള കുട്ടിയാണ്. പക്ഷേ അതും നല്ല മിടുക്കിയ കുട്ടിയാണ്. +2 ഫുൾ പിന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉള്ള കുട്ടിയാണ്. അതിനും ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വരുന്നതാണ്. പക്ഷേ ഈ കുട്ടിക്ക് ആ രീതിയിലുള്ള സൈക്കാട്രിക് പ്രോബ്ലം ഒന്നുമില്ല. ഇതിന് ചിലപ്പോൾ മിക്കവാറും പഠനത്തിലുള്ള പിന്നെ ബുദ്ധിമുട്ട് പറയുമ്പോൾ പേരൻസും എല്ലാം കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ടാവാം. പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പോൾ ഈ പിന്നെ മുടി കടിക്കുന്ന സ്വഭാവം കാണും, അല്ലെങ്കിൽ നാഗം കടിക്കുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ മീശ കടിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴായി കയറുന്ന സാധനങ്ങൾ കൊണ്ട് അങ്ങനെ വരുന്നതാകും. പക്ഷേ ഇതെന്ന് പറയുന്നത് ലാവിഷ് മുടി പുള്ളി കടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ടല്ലോ, മുടി ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാൻ സാധ്യതയുള്ളത്.